പശ്ചിമബംഗാളിൽ SIR-നെതിരെ തെരഞ്ഞെടുപ്പ് ഫോമുകൾ കത്തിച്ചുള്ള അക്രമങ്ങളിൽ സുപ്രീം കോടതിയുടെ വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലെ DGPക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് സുപ്രീം കോടതി ഒരാഴ്ച കൂടി നീട്ടിവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പശ്ചിമബംഗാളിലെ വിഷയത്തിൽ വലിയ ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. SIR-നെതിരെ ഏറ്റവും കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നത് പശ്ചിമബംഗാളിൽ മമതയിൽ നിന്നായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ജിഷ്ണു, വിവരങ്ങൾ. നിലിമ, ബംഗാളിലെ SIR നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് പശ്ചിമബംഗാളിൽ സംസ്ഥാന സർക്കാർ തന്നെ ഹർജി നൽകുകയും അതിന് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരിട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു. എന്നാൽ ബംഗാളിലെ SIR നടപടികൾ നിർത്തിവെക്കാനോ അതിന്മേൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനോ നിലവിൽ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. പക്ഷേ SIR-ന്മേൽ അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ SIR-ന് വേണ്ടിയുള്ള ഫോമുകൾ കത്തിക്കുകയും അക്രമ സംഭവങ്ങളിലേക്ക് SIR-നെതിരെയുള്ള സമരങ്ങൾ പോയി എന്ന് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ആ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിന് മേൽ ഇപ്പോൾ പശ്ചിമബംഗാളിലെ DGPക്ക്, പോലീസ് മേധാവിക്ക് സുപ്രീം കോടതി തന്നെ നേരിട്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിലെടുത്ത നടപടികൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കാനാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം പശ്ചിമബംഗാളിൽ SIR നടപടികളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ ഒരാഴ്ച കൂടി സമയം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. SIR-ൽ ഈ ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം വ്യക്തമാക്കിയത്. അത് ഒരാഴ്ച കൂടി നീട്ടിവെക്കാൻ, ഒരാഴ്ച കൂടി അതിൻ്റെ നടപടികൾക്ക് സമയം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഒപ്പം ചില നിർദ്ദേശങ്ങൾ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത് SIR നടപടികൾക്ക് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ കൃത്യമായി ഹ്രസ്വകാല പരിശീലനം നൽകണം. അത് ഈ നടപടികളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കുന്നതിനും ആ നടപടികൾ സുഗമമാക്കുന്നതിനും ഉപകരിക്കും എന്ന നിരീക്ഷണത്തോടു കൂടിയാണ് അത്തരം ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുൻപോട്ട് വെച്ചത്. അതിനപ്പുറത്തേക്ക് ബംഗാളിലെ SIR നടപടികൾ നിർത്തിവെക്കാനോ അതിന് സ്റ്റേ നൽകാനോ ഒന്നും തന്നെ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. പകരം അവിടെ നടന്നിട്ടുള്ള ബംഗാളിൽ SIR-നെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. വാർത്തയുടെ വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്.